മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും മഴയും നീയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ദി കോട്ടൺ ഡയറീസ്. ഞാൻ ഉമ്മിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വാലന്റൈൻസ് ഡേ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഡേ വ്ളോഗൊന്നും ഇല്ല, അതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു ഇത്തവണ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം എന്തൊക്കെ സംഭവിച്ചു വന്നതെന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്കൊരു വാലന്റൈൻസ് ഡേ, ഒരു സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ നമ്മളുടെ കൈ കൊണ്ട്. അപ്പം ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കേക്ക് എന്ന് പറയുന്നത് ഫ്രം സ്ക്രാച്ച് ഒന്നുമല്ല, എൻ്റെ കയ്യിൽ മൈദ മാവ് പോലും ഇല്ലായിരുന്നു. അപ്പം നമ്മളൊരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അവൻ കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് ഗിഫ്റ്റ് ചെയ്ത ഒരു കേക്ക് മിക്സ് ആണ് കേട്ടോ അത്. അപ്പം അന്നേ ഞാൻ വിചാരിച്ചിരുന്നു, ആ സമയത്ത് ക്രിസ്മസിന് കേക്ക് ആക്ച്വലി നമ്മളൊരു വേറൊരു ഫ്രണ്ട് നമുക്ക് കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ കഷ്ടപ്പെട്ടത് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മാറ്റി വെച്ചിരുന്നു വാലന്റൈൻസ് ഡേക്ക് ഇത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ ഇതൊരു വാനില സ്പ്രിങ്കിൾ കേക്കാണ്. വാനില കേക്കാണ് വിനുവിന് ഏറ്റവും ഇഷ്ടം. എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം, പക്ഷേ വിനുവിന് വാനില കേക്കാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അന്നേ തീരുമാനിച്ചതാണ്, ഓക്കെ ഇതെന്തായാലും വാലന്റൈൻസ് ഡേക്ക് എടുത്തുണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന്. അപ്പം നമ്മൾ വൈകുന്നേരം നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് വളരെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ ഇട്ടാൽ മതി. ഈ പൊടിയുണ്ട് ഇപ്പം ഈ ഒരു മിക്സ് ഉണ്ടാവുമല്ലോ, ആ മിക്സ് നമ്മളൊരു ബൗളിനകത്തേക്ക് ഇടുക. പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി മുട്ട, പിന്നെ എണ്ണ, ലൈക്ക് എന്തെങ്കിലും ഒരു, എൻ്റെ കയ്യിലുള്ളത് സൺഫ്ലവർ ഓയിലാണ്, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ വാനില എസൻസ്, ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ എനിക്കെന്താ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഓക്കെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതായെന്നുള്ള രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അത് ഇച്ചിരി കൂടിപ്പോയോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എണ്ണ ഒഴിക്കാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാനത് എണ്ണ ഒഴിക്കാണ്ടാണ് ഞാനിപ്പോൾ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ബീറ്റിംഗ് എല്ലാം കഴിയണത് വരെ ഞാനിത് അറിഞ്ഞില്ല. ബീറ്റിംഗ് കഴിയണത് വരെ അല്ല, നമ്മളെ കേക്ക് ടിന്നൊക്കെ നമ്മൾ റെഡിയാക്കി പ്രപ്പ് ചെയ്ത് കൊണ്ടുവച്ച് അതിനകത്തേക്ക് ഒഴിക്കുന്നത് വരെ ഞാൻ ഇക്കാര്യം ഓർത്തേയില്ല. ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയേ ഉള്ളൂ, ഇത്രയും സാധനങ്ങൾ പോരല്ലോ, ഞാൻ മറന്നിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നല്. വേഗം പോയി ഞാൻ ആ കേക്ക് മിക്സിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് ചേർക്കണം എന്നുള്ളത് നോക്കിയപ്പോൾ ഓക്കെ എണ്ണ ഞാൻ ചേർക്കാൻ മറന്നുപോയി, വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ ഞാൻ ചേർക്കാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ പാനിനകത്ത് ഒഴിച്ച ബാറ്ററിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് അതുമ്മ തന്നെ വെച്ച് ഞാൻ പിന്നെ മറ്റേ സ്പൂണോ ഫോർക്കോ എന്തോ വെച്ച് മിക്സ് ചെയ്യുമായിരുന്നു. ആ ഭാഗം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, കാരണം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പൊട്ടത്തരമാണല്ലോ. എന്തായാലും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കേക്ക് എന്താവോ എന്തോ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ബാറ്റർ നമ്മുടെ അവൻ്റെ അടിയിലകത്തോട്ട് എടുത്തു വയ്ക്കുന്നത്. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ അവിടെ ഇരിക്കട്ടെ, അതെന്തായി തീർന്നു എന്നുള്ളത് ഞാൻ കേക്ക് പുറത്തെടുക്കുമ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആ നേരം കൊണ്ട് നമുക്ക് പിള്ളേർക്ക് എന്തൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന് നോക്കാം. വാലന്റൈൻസ് ഡേ, ഹാലോവീൻ, ക്രിസ്മസ്, അതുപോലത്തെ സെലിബ്രേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇവർക്ക് ക്ലാസ്സിലുള്ള പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ്സോ ചോക്ലേറ്റ്സോ ക്യാൻഡീസോ എന്തെങ്കിലും ചെറിയ ഗുഡീസോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യും. അതുപോലെ ടീച്ചേഴ്സിന് കൊടുക്കൽ, ഈ വക പരിപാടികളൊക്കെ ഇവിടെ വളരെ കോമൺ ആണ്. അപ്പം ഇവരും കൊണ്ടുപോയിണ്ടായിരുന്നു എന്തൊക്കെയോ കുറച്ച് ഗുഡീസും. അതെല്ലാവർക്കും ഒരേപോലെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു സ്നേഹം കാണിക്കുക. വാലന്റൈൻസ് ഡേയുടെ പ്രത്യേകത തന്നെ അതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ചോക്ലേറ്റ്സും ക്യാൻഡീസും ഒക്കെ കിട്ടി. പിന്നെ കുറേ കാർഡ്സും ചെറിയ ഗുഡീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ചോക്ലേറ്റ്സും ക്യാൻഡീസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ അപ്പം തന്നെ 3 നേരം തിന്ന് തീർക്കാൻ പറ്റുമെന്നൊന്നും വിചാരിക്കേണ്ട, എനിക്ക് മാറ്റി വെക്കാനായിട്ട് തരണം എന്ന് പറഞ്ഞു. കുറച്ച് മാത്രം അവരുടെ കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. അതല്ലാണ്ട് ഇത് എനിക്കും വിനുവിനും കൂടെ എന്നും പറഞ്ഞ് കുറച്ച് ചോക്ലേറ്റ്സ് ഒരു ബാഗിൽ ഇട്ട് തന്നു. പിന്നെ ഇതെല്ലാം ഈ കുഞ്ഞു കവറുകൾ, ബാഗുകളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ കുക്കുവാന്ന് തോന്നുന്നു ഈ ഒരു പിൻ ചെയ്ത് വെക്കുന്ന സാധനം തന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ട്. അത് 2 എണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ 1 എണ്ണം എനിക്ക് തന്നതാണ് കേട്ടോ. പിന്നെ ബാക്കി എനിക്ക് വിനുവിന് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ എന്നും പറഞ്ഞ് തന്ന ചോക്ലേറ്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ഓൾറെഡി മാറ്റി വെച്ച കുറച്ച് ചോക്ലേറ്റ്സും ഇതെല്ലാം കൂടെ ഞാനൊരു സീക്രട്ട് പ്ലേസിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വീഡിയോയിൽ കാണിച്ചാൽ അവർ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളുടെ കേക്ക് ഇപ്പോൾ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ കുക്കുവിൻ്റെ. അപ്പം ഞാൻ ഒരു വുഡൻ സ്ക്യൂർ വെച്ചിട്ട് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കിയപ്പം ഓക്കെ അതെല്ലാം ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. കേക്ക് സെറ്റായി. ഞാനത് പ്രതീക്ഷിച്ചതല്ല, കൊള്ളാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കേക്ക് സെറ്റായിട്ടുണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ ആ കേക്ക് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അതൊന്ന് ചൂടൊക്കെ പോയി കിട്ടണം. ചൂട് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളുടെ എന്താണ് കേക്ക് സ്റ്റാൻഡിലേക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനായിട്ട്. ഞാനിതുമ്പം ഐസിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിനൊക്കെ വീണ്ടും സമയം പോകും. പിന്നെ എനിക്കതിന് മെനക്കെടാൻ വയ്യ. പിന്നെ ഞാനപ്പം ചെറുതായിട്ട് നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു എന്താണ് ഈ ബ്ലാക്ക് ബോർഡിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് കയ്യിലിരിപ്പുണ്ട്. അത് ഞാൻ ഈയിടെ ഇവിടെ വന്നിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഡബിൾ സൈഡഡാണ്. ഒരു സൈഡ് ഞാൻ ഓൾറെഡി വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചണിലാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി സ്പെഷ്യലായിട്ട് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ. അപ്പം ഞാൻ എപ്പോഴും പിൻട്രസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ഇതുപോലുള്ള ഐഡിയാസൊക്കെ കിട്ടുന്നത്. ഞാൻ ഈ പരിപാടിയിൽ ഞാൻ അത്ര മിടിക്കൊന്നുമല്ല, ഭയങ്കരയൊന്നുമല്ല. പക്ഷേ എനിക്കെന്തോ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ തരക്കേടില്ല, ബോറാക്കാണ്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഞാനൊരു അടിപൊളി എന്നൊന്നും പറയാനൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് വിനു ഡിന്നറൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. കാരണം കാര്യം ഇതുപോലത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ എനിക്ക് നമ്മളുടേതായ ടച്ച് വരുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയാണ്. ഇപ്പോൾ ഫുഡൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹമെങ്കിലും അതിനുള്ള സമയമോ സാഹചര്യമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം എൻ്റെ ഈ ഒരു ഇതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല, ഈ ഒരു ബ്ലാക്ക് ബോർഡ് ആർട്ടെന്ന് തൽക്കാലം വിളിക്കാം, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മളുടെ ഡിന്നറൊക്കെ സംഭവം ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. കുറച്ച് കൊത്തു പൊറോട്ട, പിന്നെ പാലപ്പം, ചിക്കൻ സ്റ്റ്യൂ, പിന്നെ ഒരിക്കലും ഞാൻ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളുടെ സ്വന്തം ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമുക്കിവിടെ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് ഒരു മലയാളി കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിന്നറൊക്കെ കഴിച്ചു. കാരണം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇരുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് 2 മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഈ പരിപാടിയൊക്കെ നമ്മൾ ചെയ്ത്. ഒരു രസം, നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ചെയ്യാനൊന്നും പോകണമെന്നില്ല. അതുകൊണ്ട് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ കുടിക്കുന്നത് വൈനൊന്നുമല്ല കേട്ടോ. ഇത് സാധാ ലെമണേഡാണ്, മാംഗോ ലെമണേഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആസ് വെൽ. താങ്ക് യു. മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും